ഹാരി തങ്ങൾ എന്ന് പറയുന്ന ഒരു കണ്ടാൽ പേടിയാകുന്ന ഒരു ജന്മം. ഇതിനെ കണ്ടാൽ തന്നെ പേടിയാവുന്നില്ലേ? ഇതിനെയൊക്കെ അതായത് ഇതൊക്കെ മതമേലധ്യക്ഷൻ എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുന്ന ഒരു സംഭവമാണിത്. ഈ സംഭവത്തിനെ തന്നെ ഇതിന്റെ തലപ്പാവും ഇതിന്റെ ഊശാന്താടിയും എല്ലാം കൂടെ കാണുമ്പോഴേ നമുക്ക് ഭയം വരും, പേടി വരും. ഒരു മനുഷ്യനായിട്ട് അല്ല ഇതിനെ കാണാൻ പറ്റുന്നത്. മനസ്സിലായോ? സത്യം സത്യം ചേച്ചി പറഞ്ഞത് വളരെ കാര്യം. എന്തത് എന്റെ പൊന്ന്, ആരത്? ആക്ച്വലി മോദിജി ആയിരുന്നു. എന്റെ പൊന്ന് ചേച്ചി, ഇയാളോണ്ടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കും, ഇങ്ങനെ താടിയും മീശയും അല്ലെങ്കിൽ തലപ്പാവൊന്നും വെച്ച് വരരുതെന്ന്. മനുഷ്യന്മാര് പേടിച്ചു പോവാണ്. ഇയാളൊക്കെ എന്തായാലും ഇവിടെ നാട്ടിൽ താടി വെച്ച് മീശ വെച്ച് ആൾക്കാരെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. ഹൈ, ആകെ പേടിച്ച് മനുഷ്യൻ ഞെട്ടി തെരിച്ചു പോയിട്ടോ. ഇത് പിന്നെയും വന്നിട്ടുണ്ട്. ഈ താടി വെച്ചിൻ്റെ അമ്മ പൊന്ന് ചേച്ചിയൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഒന്നും കൂട്ടത്തിൽ നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ആൾക്കാരില്ലാന്ന്. ഇതങ്ങൾ ഇയാളൊക്കെ എന്തെങ്കിലും താടിയും വെച്ച് ഇറക്കുക, കൂട്ടത്തിൽ ഇയാൾ മോദിയും. എന്നാലും എന്തൊരു അവസ്ഥയല്ലേ. അറ്റ്ലീസ്റ്റ് ഒന്നുമില്ലെങ്കിലും ഈ പറഞ്ഞ തങ്ങളില്ല, ഇയാളെ പേരെന്താ പറയുക, കലീൽ തങ്ങൾ എന്ന് പറയൂലേ. അപ്പൊ ഇയാള് ഈ മതത്തിന്റെ നേതാവ് മാത്രമല്ലേ നമ്മുടെ കേരളത്തില് നമ്മൾ കാണുന്ന ഒരു മനുഷ്യൻ. മറ്റേ മോദിനോടൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക ചേച്ചി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാ, താടിയും വെച്ച് അങ്ങോട്ട് ഇറങ്ങിക്കുക. ഈ രാജ്യത്തെ മൊത്തം ആൾക്കാരെ പേടിപ്പിക്കില്ല ഇപ്പൊ ദൈന് അല്ലേ? രാജ്യം മൊത്തമല്ലേ, ലോകത്തിന്റെ മൊത്തം വിശ്വഗുരു അല്ലേ, ഗുരു ചക്കക്കുരു, വിശ്വഗുരു ചക്കക്കുരുക്കൾ ഇമാര് താടിയൊക്കെ വെച്ച് ഇറങ്ങിക്കഴിഞ്ഞ് പേടിപ്പിക്കും നാട്ടുകാരെ മൊത്തം, ലോകം മൊത്തം പേടിച്ചു പോലെ. ദൈവം ബയോളജിക്കൽ ദൈവമാണ്. താടിയും വെച്ച് താടിയും വെച്ച് ഇറങ്ങിക്കുക ആൾക്കാരെ പേടിപ്പിക്കാൻ. അറിയാത്തോണ്ട ചേച്ചി പറഞ്ഞു കൊടുക്കണം ചേച്ചി, ഇമാതിരി പരിപാടി ഒന്നും കാണിക്കരുതെന്ന്. ഇത് കാണിക്കണ മാത്രല്ല, ഇയാള് താടി വെച്ചോ പോരാ, കൂട്ടത്തിൽ കുറെ താടിയും വെച്ച് ഷർട്ട് പോലും ഇട്ടിട്ടില്ല, വെറുതെ കുറെ കാവിക്കോണൊക്കെ അവിടെയും പെടിയും കൂട്ടിക്കെട്ടിയ ആൾക്കാരെ കാല് വരെ പിടിച്ചിട്ടുണ്ട്. ഇത് ഓർമ്മ ഉണ്ടോ? ഇത് മൂപ്പരെ പൊരേന്ന് പിടിച്ചൊന്നുമല്ല, നമ്മുടെ എല്ലാവരുടെയും കൂടെ ആയിട്ടുള്ള പുതിയ പാർലമെന്റ് പുതുക്കിയ സമയത്തെ അവിടെ കയറ്റിയ ടീംസ്. അത് ഓരോന്നിട്ടൊക്കെ താടിയും ചടിയും കണ്ടു നോക്കി എന്താ അവസ്ഥയാണില്ലേ. എന്ത് ഊളത്തരം ഊഷാൻ താടിയും ഊഷാൻ മുടിയും വെച്ചിട്ട് അങ്ങ് ചുറ്റി ഇവിടെ നമ്മുടെ പാർലമെന്റില്. എന്നിട്ട് അയാൾക്ക് എസ്കോട്ട് വയ്ക്കുക നമ്മുടെ മോദി, അയാളും വെച്ചിന് താടി. എന്നിട്ട് അവിടെ ഫുള്ള് കയറി നിരങ്ങി ഇറങ്ങി ആ അലമ്പ് വൽക്കുലത്ത് പരിപാടിയാക്കി. അന്ന് എത്ര ആൾക്കാർ ആ പാർലമെന്റിന്റെ അകത്ത് ഈ താടികളെല്ലാരും കൂടെ കണ്ട് ഈ മുടിനെല്ലാം കൂടെ കണ്ടിട്ടേ പേടിച്ചു പോയി. നിങ്ങൾക്കറിയാം, ഭാഗ്യത്തിന് ഇതുപോലത്തെ ഐറ്റത്തിനൊന്ന് കൊണ്ടുവരാഞ്ഞ് നന്നായി. ഞാൻ ആദ്യം ചേച്ചി പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചതാണ്, നമ്മുടെ പാർലമെന്റിൽ വെറും താടി മുടിയുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ടുള്ളൂ. അതിന് ടീമിനെങ്ങാനും പാർലമെന്റിൽ ഉദ്ഘാടനത്തിന് കൊണ്ടുവരുന്ന എന്തായിരുന്നു അവസ്ഥ? ഇന്ത്യയുടെ അവസ്ഥ അല്ലേ? പേടിച്ച് തൂറിയിലിരുന്നോ ഇന്ത്യയിലെ സകല? ചേച്ചിയൊക്കെ ചിലപ്പം അന്ന് പേടിച്ച് തൂറി മെഴുകി ആ തീട്ടം നിന്നിട്ടായിരിക്കും ചേച്ചി അന്ന് ജീവിച്ചിട്ടുണ്ടാവുക. അതിന്റെ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ കാണിച്ച ടീമാ. ഇവിടെ കൊണ്ടും തീരുന്നില്ല. ഇതുപോലത്തെ ഐറ്റത്തിന്റെ കൂടെ ഒക്കെ പിന്നെ നമ്മുടെ മോദിജി നടക്കുന്നത് താടിയും മുടിയും അങ്ങ് ജട കെട്ടി പാന് വരിച്ച് കണ്ടാൽ തന്നെ അറപ്പും പേടിയും മണും അടുപ്പിക്കാൻ കൊള്ളൂല. ഈ കൂട്ടത്തിൽ ഇതൊന്നും പോരായിട്ട് ഇമ്മാതിരി ഐറ്റംസ് ഒക്കെ വേറെ നടത്തുന്നത്, കുംഭമേള അത് ഇത് എന്നും പറഞ്ഞിട്ട്. അവിടെ താടി മുടി മാത്രമല്ലേ ചെയ്യേ, വേറെ പല മുടിയും കാണിക്കും. അതാണ് ഏറ്റവും എങ്ങനെയൊക്കെ പച്ചക്ക് ചേച്ചിനോട് പറഞ്ഞുതരാ. ചേച്ചി കണ്ടു കഴിഞ്ഞാൽ ചോദിച്ച് ബോധം കിട്ടുമോ? അതാണ്. താടി മുടിയാണെങ്കിൽ പോട്ടേക്ക, കലയിൽ തെങ്ങ് താടിയും മുടിയും വളർത്തിയിട്ടേ ഉള്ളൂ. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ കാണിച്ചത് നമ്മുടെ ജീയും താടിയും മുടിയൊക്കെ വളർത്തിയിട്ടുള്ളൂ. ഈ കുംഭമേളക്കൊക്കെ പോയി കഴിഞ്ഞാലോ താടിയുണ്ട്, മുടിയുണ്ട്, വേറെ പലതും വളർത്തി കാണും. അങ്ങ് നടക്കുക കൊടുത്തയച്ചിട്ടേ. എന്നിട്ടാണ് ആ സാധനം നമ്മൾ എന്താ പറയുക, കുംഭമേള മലപ്പുറത്ത് കൊണ്ടുവന്ന സമയത്ത് മലപ്പുറത്തുകാർ പറഞ്ഞ ഒരു കുഴപ്പമില്ല, നിങ്ങൾ നടത്തിക്കോ, റാഹത്തല്ലേ അല്ലേ, റാഹത്തായിട്ട് നടത്തേണ്ട ഒരു കാര്യം, സുഖമരികൾ നടത്ത്, നമ്മൾ മലപ്പുറത്തുകാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പരിപാടി ഉസാറായിട്ട് പോട്ടെ. എല്ലാരും വന്ന് സ്വാമിമാര് വന്ന് അവരെ കർമ്മങ്ങൾ ചെയ്ത് നല്ല മനസ്സോട് കൂടി നമ്മളെ ഈ മലപ്പുറം ജില്ലയിൽ അവര് പോകണം. ഈമാനോട് കൂടി പല ചടങ്ങുകൾ കഴിച്ച് പോകുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. മലപ്പുറം ജില്ലയിൽ ജനങ്ങൾ വില കൽപ്പിക്കുന്നത് മനുഷ്യ ജീവനാണ് വില കൽപ്പിക്കുന്നത്, അല്ലാതെ ജാതിക്കോ മതത്തിനോട് പ്രസക്തി ഇല്ല. സാമൂഹ്യ അന്തരീക്ഷ സൗഹാർദ്ദമൊക്കെ നിലനിർത്താൻ അത് ഉദ്യോഗുന്നുണ്ടെങ്കിൽ അത് നല്ലതെന്നാണ്. മലപ്പുറം ജില്ലയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാല് സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു കൊടുക്കുന്ന ജനങ്ങളാണ്. മതസൗഹാർദ്ദം കൂടുതലായിട്ട് ഊട്ടിയുറപ്പിക്കുന്ന ആഗ്രഹങ്ങളുള്ള ആളുകളെ ഞങ്ങളൊക്കെ. അപ്പൊ ചേച്ചി ശ്രദ്ധിക്കണം. ചേച്ചി ഈ നമ്മുടെ നാട്ടിലല്ല ചേച്ചി നിൽക്കാറ്, ചേച്ചി ഏതോ വലിയ മറ്റേ നാട്ടിലാ. ചേച്ചി ഇമ്മാതിരി കുംഭമേളക്കൊന്നും വരരുതിട്ടോ. കുംഭമേളക്ക് വന്നാലേ താടി മുടി മാത്രമല്ല ചേച്ചി കാണുക, അടിയിലെ മുടി വരെ കണ്ട് ചേച്ചി അന്തം വിട്ടു, ചേച്ചി ബോധം കിട്ടുമോ? അല്ല, ചേച്ചിന്റെ ഹസ്ബൻഡും മക്കളും ഒക്കെ ഉണ്ടോ? താടി മുടിയൊക്കെ വെക്കലുണ്ടോ? പേടിയായിരിക്കില്ല ചേച്ചിക്ക്? ചേച്ചിക്ക് പേടിയുള്ളതുകൊണ്ട് ചിലപ്പം അവരാരും താടി മുടിയും വെക്കലുണ്ടാവില്ല. ഇനി അതെല്ലാം മുളയ്ക്കാത്തോണ്ടാണോ താടി മുടിയൊക്കെ? ഈ മുടി അത്ര വലിയ മോശം സംഭവം ഒന്നും അല്ല അല്ലേ? ഈ താടി മുടി ഇത് ഇച്ചിരി നീണ്ടോണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. അത് ഇച്ചിരി വെട്ടി നന്നാക്കിയിട്ട് നമ്മുടെ കലയിൽ തങ്ങളെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ആ മുഖത്ത് ആ താടി മുടിയൊക്കെ എങ്ങനെ വെട്ടണം, ഏത് അവസ്ഥയിൽ വെട്ടണം, അങ്ങനെ വെട്ടി വൃത്തിയാക്കി ആ ഒരു തേജസ്സും മോജസ്സും ഒക്കെ ഉള്ള മനുഷ്യന്മാരാണ്.
മതനേതാവ് എന്ന് പറയുമ്പോഴേ താടിമുടിയൊക്കെ വെച്ചുകൊണ്ട് വിചാരിച്ച് അതേ സ്ഥാനത്ത് ചേച്ചിയുടെ മതത്തിന്റെ നേതാക്കന്മാര് താടിമുടിയും വെക്കുക മാത്രമല്ല അടിയിൽ വരെ ഉടുത്തയച്ചിട്ട് നടന്നാളേ. അതാണ് പ്രശ്നം. ഇവിടെ മതത്തിനെ പറഞ്ഞല്ല ചേച്ചിക്ക് ഈ ഉഷാൻ താടി കണ്ടിട്ട് മത നേതാക്കന്മാര് ഇത്തരത്തിലുള്ള ജന്തുക്കളെ പേടിക്കും എന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ മറ്റോടത്ത് ജന്തുക്കളല്ല തീട്ടങ്ങൾ എന്ന് പറയേണ്ടി വരും. തീട്ടം വരെ പുറത്ത് കാണിച്ച് നടക്കുന്ന ടീംസ് അവരെ കണ്ട് പേടിച്ച്, അല്ലെങ്കിൽ ഇവരെ കണ്ട് പേടിച്ച് കഴിഞ്ഞാൽ, അവരെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി ചിലപ്പം ചത്ത് കരിഞ്ഞ് ഉണങ്ങിപ്പോവും. സ്പോട്ടിൽ ചേച്ചിന്റെ കഥ തീർത്തു. അതുകൊണ്ട് പറഞ്ഞത് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. അപ്പം ചേച്ചി താരതമ്യം ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. ഈ മനുഷ്യനെ മത നേതാവ് മാത്രമല്ല, പല 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 വലിയ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. എത്രയോ ആൾക്കാരെ സഹായിച്ച്, എത്രയോ ആൾക്കാർക്ക് എന്താ പറയുക താങ്ങും തണലുമായിട്ട് എത്രയോ ആൾക്കാരുടെ കണ്ണീര് ഒപ്പിക്കൊണ്ട് നടക്കുന്നത്, എത്രയോ പേർക്ക്. അത് മതത്തിന്റെ പേരിലോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, അല്ലെങ്കിൽ മതത്തിന്റെ പേരിലാണെങ്കിലും വേല, എന്തിന്റെ പേരിലാണെങ്കിലും വേല, ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്ത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ ഇത്തരത്തിലെ ആൾക്കാർ താടിയും മുടിയും വെച്ച് നല്ല വസ്ത്രമിട്ട് നല്ല വൃത്തിയിൽ നടക്കുന്നത് കാണുമ്പം ചേച്ചിക്ക് ഉണ്ടാകുന്ന ഒരു കണ്ണുക്കടിയുടെ പ്രശ്നം വേറെ ഒന്നുമില്ല. ഇനി ഈ ആള് ഈ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയത്ത് ചേച്ചിയുടെ മത നേതാക്കന്മാരായിട്ട് നാഗസ്വാമിമാര് എന്ന് പറയുന്ന നടക്കുന്നവന്മാർ കാണിക്കുന്ന കാട്ടിക്കൂട്ടൽ നമ്മൾ കാണാറുണ്ടല്ലേ. കുടുംബമില്ല, ജീവിതമില്ല, ഒന്നുമില്ല, അങ്ങ് നടക്കുക, കൊടുത്തതില്ല. നമ്മൾ ജനിച്ചു വീണപ്പോഴത് എങ്ങനെയാണ് അങ്ങനെ നടക്കണം എന്നാണ് മറ്റൊരു സ്വാമി പറഞ്ഞത്. ജനിച്ചു വീണപ്പോൾ നീയും എൻ്റെ അമ്മയൊക്കെ ഡ്രസ്സിലായിരുന്നോ? അപ്പൊ പിന്നെ നാഗസ്വാമിമാര്, ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന സ്വാമിമാര് ചിലപ്പോൾ ഉടുത്തതയച്ചിട്ട് ഇതൊക്കെ വേണം നിന്ന് കണ്ടോളാനാണ് ചേച്ചിയുടെ കൂട്ടത്തിലുള്ള മറ്റൊരു താടിയും മുടിയും തലമുടി നീട്ടിയ താടി പറഞ്ഞത്, പക്ഷേ സ്വാമി പറഞ്ഞത്. ഏത് ഗവൺമെന്റ് ആയാലും ഇനി ഏത് സമുദായക്കാരനായാലും മതക്കാരനായാലും മനസ്സിലായില്ലേ, അതിനുള്ള തപസിന്റെ ശക്തിയും സങ്കല്പവും ചൈതന്യവും ഒക്കെ ഇവിടുത്തെ സന്യാസിക്കുണ്ട്. കാണേണ്ടാത്തവർ വരണ്ട, അത്ര തന്നെ. മുണ്ടുടുത്തേ കാണുള്ളൂ എങ്കിൽ വരണ്ട, മുണ്ടുടുത്തവരെ മാത്രം കണ്ടാൽ മതി. മനസ്സിലായില്ലേ? പക്ഷെ ഇവന്റെയൊക്കെ മക്കള് ജനിക്കുന്നത് മുണ്ടെടുത്തോണ്ടല്ല, അമ്മ ജനിച്ചത് മുണ്ടെടുത്തോണ്ടല്ല, മകള് ജനിച്ചത് മുണ്ടെടുത്തോണ്ടല്ല. എന്താ ചെയ്യല് ചേച്ചി? ഇതാണ് അവസ്ഥ. അപ്പം ഈ കലിയിൽ തങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാണ്. അറിഞ്ഞില്ലെങ്കിൽ ചേച്ചി പറയും. നമ്മുടെ ചേച്ചിയുടെ മനസ്സെന്താണ് അല്ലേ? ചാണകം കൊണ്ട് വൃത്തികെട്ട ഹീനമായി നീചമായി കണ്ട നാട്ടിൽ പോയിട്ട് കണ്ടവന്റെ കുണ്ടി കൈ ജീവിക്കുന്ന ചേച്ചിക്ക് ചിലപ്പം ഇത് കാണുമ്പോൾ മോശമായിട്ടൊക്കെ തോന്നും. ഉള്ളിലെ വിഷപ്പാമ്പും ഒക്കെ പുറത്തോട്ട് ഇടക്കിടക്ക് ചാടി വെക്കുന്നതാ ചേച്ചിക്ക്. അപ്പോൾ ചേച്ചിനോട് അതിനൊന്നും ചേച്ചീനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, ചേച്ചിനെ ഉണ്ടാക്കിയവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ചേച്ചി ഇങ്ങനെ ആകാൻ കാരണം എന്താണെന്നുള്ള ചേച്ചിയും സ്വയം ചിന്തിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ചിലപ്പോൾ തൂങ്ങിച്ചാവാനൊക്കെ തോന്നിപ്പോവും. ഞാനങ്ങ് ചത്ത് കളയാം, ഈ വൃത്തികെട്ട നാക്കം വെച്ചിട്ട്, ഈ വൃത്തികെട്ട ചിന്താഗതി വെച്ചിട്ട്, ഈ വൃത്തികെട്ട ചെറ്റത്തരങ്ങളിൽ ചെലച്ചുകൊണ്ടിരിക്കുന്ന ഞാൻ സ്വയം കണ്ട് ചത്തൊടുങ്ങുന്നതെന്ന് വരെ ചിലപ്പം ചേച്ചിക്ക് തോന്നിപ്പോവും. സ്വയം ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ. അപ്പം ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും താരതമ്യം ചെയ്താൽ മതി. നീ നിന്റെ വാഗോണ്ട് പറഞ്ഞ കാര്യത്തിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ ഈ രണ്ട് ഉദാഹരണങ്ങൾ വെച്ചെന്നല്ല, രണ്ട് താടികളെ പറ്റിയുള്ള ഈ രണ്ട് താടികളെ പറ്റി അങ്ങോട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമൊക്കെ ഉള്ളൂ ഇതിനൊക്കെ. ഈ കുണ്ടിയിലെ ഈ കൃമികടി മാറ്റണമെങ്കിലേ കൂടെയുള്ള ചേട്ടൻ വിചാരിക്കണം. ചേട്ടൻ ഏതായാലും താടി മുടിയില്ലാത്ത സ്ഥിതിക്ക് ചേട്ടനാണോ ഇനി വേറെ വല്ലതും ആണോ എന്നുള്ളതും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ചേട്ടനെ പറഞ്ഞതല്ല കേട്ടോ, ചേട്ടൻ വേറെ ഒന്നും വിചാരിക്കരുത്. ഇമാതിരി സാധനത്തിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ നിങ്ങളൊക്കെ സമ്മതിക്കണം. അതല്ല ഈ ചക്കിക്കൊത്ത ചങ്കരനാണെങ്കിൽ പിന്നെ നമ്മൾ ആർക്കും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അതൊക്കെ അതിന്റെ വഴിക്ക് തന്നെ നടക്കും. പിന്നെ ചേച്ചിയുടെ പ്രശ്നം ഈ താടിയും മുടിയും മാത്രമല്ല, ഈ താടിയും മുടിയും വെച്ചിട്ടുള്ള ഈ മനുഷ്യൻ മാറാട് കലാപത്തിന്റെ ചെറിയ കാര്യങ്ങൾ സംസാരിച്ചു. അവിടെ ഇനി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഈ മാറാട് കലാപമൊക്കെ മുമ്പ് നടന്നു പോയ കാര്യങ്ങൾ ഇനി അതും വീണ്ടും കുത്തിപ്പക്കല്ലേ, അതിനെപ്പറ്റി സംസാരിച്ച് വീണ്ടും ജനങ്ങളുടെ ഇടയിലോട്ട് അത് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ എന്ന് മാത്രമേ പുള്ളി ചോദിച്ചിട്ടു. അപ്പോൾ ചേച്ചിക്ക് അതാണ് വലിയ വിഷമം. അപ്പം നമ്മൾ അങ്ങനെ കുത്തിപ്പൊക്കണം എന്നാണ് നിങ്ങളുടെയൊക്കെ ആഗ്രഹം, അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞതുപോലെ അല്ല അതൊക്കെ കുത്തിപ്പൊക്കണം, നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ചിന്തിക്കണം എന്നാണെങ്കിൽ ഞാൻ ഫസ്റ്റ് കാണിച്ച താടിയില്ലേ, ആ താടിയുടെ കഥകൾ കുത്തിപ്പൊക്കിയാലേ ഭയങ്കര പ്രശ്നമാണ്. ഗുജറാത്തൊക്കെ കുത്തിപ്പൊക്കിയാലേ ഭയങ്കര പ്രശ്നമാവും. 1, 2, 3, 20, 30, 100, 200 അല്ല 2000 എണ്ണത്തിനാണേ തീർത്തു. 2000 എണ്ണത്തിന് തീർത്തു. അതിന്റെ മെയിൻ ചുക്കാൻ പിടിച്ച ആൾക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അതിന്റെ കേസ് കുറെ കാലം ഉണ്ടായിരുന്നു, വർഷങ്ങളോളം ഉണ്ടായിരുന്നു. അവസാനം പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ് ആ കേസ് നമ്മളിങ്ങോട്ട് അടിയിൽ നിന്ന് വലിച്ചു കളഞ്ഞത്. പലതായിരുന്നു, വെറുതെ കൊന്നതല്ല. അതായത് ഈ ഇങ്ങനെ നാളെ പ്രസവിക്കുമെന്ന് വിചാരിച്ച പെണ്ണിനെ പോലും ബലാത്സംഗം ചെയ്ത് കൊന്ന് അതിൻ്റെ അകത്തെ ഭ്രൂണത്തിനെ വരെ വലിച്ചെറിഞ്ഞതിനെ കണ്ട് കൈയടിച്ച് അതിനെ സപ്പോർട്ട് ചെയ്ത് അതിനുള്ള എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തു എന്നായിരുന്നു കേസ്. അങ്ങനെയൊക്കെ നമ്മൾ കുത്തി ഇവിടെ പൊക്കണമെങ്കിലേ ഇവിടെ കുത്തിപ്പൊക്കിയ പൊങ്ങൂല. മാറാട് ഇവിടെ കുത്തിപ്പൊക്കണം എന്നാണ് ചേച്ചിയുടെ സമുദായത്തിൻ്റെ അല്ലെങ്കിൽ ചേച്ചിയുടെ പാർട്ടിയുടെ ആവശ്യമെങ്കിൽ ആ സാധനങ്ങൾ അങ്ങനെ കുത്തിയെങ്കിൽ പൊങ്ങൂല. ഒരു 10,000-2000 ആൾക്കാർ പിടിച്ച് പൊക്കണം അന്ന് പൊങ്ങണമെങ്കിൽ, അത്രയും വലുത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം
താടി മുടി ആണ് ഇവിടുത്തെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിൻ്റെയൊക്കെ മനസ്സിലെ വൃത്തികെട്ട ചിന്താഗതിയും വൃത്തികെട്ട കറയുണ്ടല്ലോ, വിഷമൊക്കെ ഉണ്ടല്ലോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അത് തീർക്കണമെങ്കിലേ നീയൊക്കെ തീരുമ്പോഴേ അതൊക്കെ തീരുള്ളൂ, അല്ലാണ്ടൊന്നും തീരാൻ പോകുന്നില്ല. അപ്പോൾ ശരി.